ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നൊരു മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചൽ ബ്ലോക്കിൻ്റെ കീഴിൽ വിളക്കുപാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കാണുന്ന ദൂരം മലനിരകളുണ്ടല്ലോ, ഇത് സഹ്യപർവ്വത നിരയ, അതായത് പ്രാചീന ഗോത്ര സമൂഹങ്ങളുടെ ആയാലും ഇതെല്ലാം ഒരു അധിവാസ മേഖലയായിരുന്നു പ്രാചീന കാലഘട്ടത്തിൽ. അതായത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു ഭൂപ്രദേശം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ കിഴക്കൻ മേഖല, അതെന്ന് വെച്ചാൽ കിഴക്കൻ മലനിരകൾ അല്ല കിഴക്കൻ മല, തെക്ക് മല, അതായത് ഈ തെന്മല എന്ന് പറയുന്നതൊക്കെ തെക്കുള്ള മലകളാണ്. അതിനെയാണ് തെന്മല എന്ന് പറയുന്നത്. തെൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും തേനാണ്, അങ്ങനെ അങ്ങനെയൊന്നുമല്ല. അതിനെ തെക്കുള്ള മലയാണ്ടാണ് തെന്മല എന്ന് പറയുന്നത്. അതുപോലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അന്നേരം ഈ പ്രാചീന കാലഘട്ടത്തിലെ ഈ മലനിരകൾക്കും എല്ലാത്തിനും ഒരു മലനാഥന്മാരുണ്ട്. ആ മലനാഥന്മാരാണ് ഈ മരിക്കപ്പെടുമ്പോഴത്തേക്ക് ഈ ശിലാനിർമ്മിതി എന്ന രീതിയിൽ നടുകല്ല് സ്ഥാപിക്കുന്നത്. ആ ഒരു ഭൂപ്രദേശം, അതായത് ഈ വിളക്കുപാറയിൽ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലാണ് ഇപ്പോൾ നമ്മളിനി ഈ യാത്ര പോകുന്നത്. അപ്പോഴും നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് അടുത്ത ഒരു രീതിയിൽ നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ വിളക്കുപാറയിൽ നിന്ന് നമ്മൾ ഈ നടുകല്ല് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ തനി ഗ്രാമീണ ഭംഗി നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നല്ല ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമുക്ക് വീഡിയോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചു നേരം ഒന്ന് വീക്ഷിക്കാം. പിന്നെ ഈ കാണുന്ന എണ്ണപ്പന തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിൽ ഈ എണ്ണ ഉൽപാദനം ഒക്കെ നടത്തുന്നുണ്ട്. അതിലെ ഏറ്റവും വിശാലമായിട്ടുള്ള വലിയൊരു കൃഷിയിടമാണ് ഈ കാണുന്ന ഈ എണ്ണപ്പന തോട്ടമൊക്കെ തന്നെ. കാരണം വർഷങ്ങളായിട്ട് തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു രീതി ഇവിടെ നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒട്ടുമിക്കുള്ള ആൾക്കാർക്കും ഇങ്ങനൊരു ഒരു കൃഷിയിടം ഉണ്ട് എന്നുള്ളതൊന്നും അധികം പേർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര വിഷ്വലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം ഇതിനകത്ത് നമ്മുടെ ഭൂപ്രകൃതി ആയാലും അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ സൗന്ദര്യം ഒക്കെ നമുക്ക് ഇതിനകത്ത് ആസ്വദിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കുറെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാം. കാരണം ആ കുട്ടിക്കാലം ഓർമ്മ വരും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. പിന്നെ നമ്മള് ഈ റൈഡ് ചെയ്യുന്നത് അജിത് അണ്ണൻ തന്നെ കേട്ടോ, അജിത് അംബേദ്കർ ഗ്രാമം. പിന്നെ ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് ആകാശത്ത്. ഇനി മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായി അറിയത്തില്ല. എങ്കിലും മഴ പെയ്യാതെ നമുക്ക് ഈ ഒരു വീഡിയോ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇതുപോലുള്ള നടുകല്ലും അല്ലെങ്കിൽ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു നല്ലൊരു നമ്മൾ യാത്ര നടത്തിയിട്ടുണ്ട് ഞാനും അജിത് അണ്ണനും. അപ്പോഴൊരു വഴിയില് ഒരു ചായക്കട കണ്ട്. അങ്ങനെ നമ്മൾ ഒരു ചായയും കുടിച്ചിട്ട് മുന്നിട്ട് നീങ്ങാനുള്ള തീരുമാനത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാൻഡ് ചെയ്യുവാണ്. ഗോത്ര സംസ്കൃതിയുടെ തിരുശേഷിപ്പുകൾ അന്വേഷിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഫോറസ്റ്റ് ഏരിയ ഒരു ഏറ്റവും ഒരു കുന്നുമുകളിലോട്ടാണ് ഇത് ചെന്ന് കയറുന്നത്. അവിടെയാണ് ഈ നടുകല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഈ യാത്രയിൽ ഒരു വശത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പ്രകൃതി നല്ല ഭംഗിയാണ് കാണാൻ, ദൂര കാഴ്ചയിലൊക്കെ. അന്നേരം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കേഴമാൻ, അതുപോലെ പന്നി, അങ്ങനെ ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ള ഒരു ഏരിയ. അതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചൊക്കെ നമുക്ക് ഇതുപോലെ വഴിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. കാരണം ഒരു സന്ധ്യ സമയം കഴിഞ്ഞ ഏത് നിമിഷവും ഈ വന്യജീവികളിലൊക്കെ ആക്രമണം നേരിടേണ്ടി വരും. അതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ ഇതുവഴി പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ മേഖലയിലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യാത്ര നമ്മളിപ്പം
പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഭീതി ജനിപ്പിക്കുന്ന തരത്തില ഇതിന്റെ ഒരു വിഷ്വലൊക്കെ. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാ റൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ റോഡ് നല്ല സൗകര്യമുണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോക്കുവരവൊക്കെ സുഗമമായിട്ട് നമുക്ക് നടത്താൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ മുന്നോട്ട് പോക്കിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബറുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഈ വനത്തിന്റെ ഒരു പ്രതീതി കഴിഞ്ഞ ശേഷം പിന്നെ ഒരു റബ്ബർ പ്ലാന്റേഷനാണ്. ഈ റബ്ബർ പ്ലാന്റേഷനിലൊക്കെ ശ്രീലങ്കൻ അഭയാർത്ഥികളായ ആൾക്കാരെ ഇവിടെ തൊഴിലാളിയായിട്ട് ഒക്കെ ജോലി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ഈ മുന്നിട്ടുള്ള പോക്കില് നമുക്ക് ഒരുപാട് യാത്രയിൽ വെച്ചിട്ട് ദുരിതം വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ശരിയല്ല. കാരണം ആ റോഡിൽ നമുക്ക് എപ്പോഴാണ് ഒരു അപകടം സംഭവിക്കുന്ന രീതിയിൽ അത് വരുന്നവര് പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അത്രത്തോളം റിസ്ക് പിടിച്ച രീതിയിൽ ഓടിക്കാൻ പറ്റും. ആ വഴിയെ കിടക്കുന്നുണ്ടോ എല്ലാം കട്ടറാ. വണ്ടി ടൂ വീലർ ആൾക്കാർക്ക് അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലില്ല. പക്ഷെ ഫോർ വീലർക്ക് പിന്നെ കുഴപ്പമില്ല. ടൂ വീലർ മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളത്. ഈ ഫോറസ്റ്റ് ഏരിയയുടെ ഒരു ഭാഗം വരെയുള്ള നമുക്ക് നല്ല രീതിയിൽ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റും. മുന്നോട്ടുള്ള പോക്കിലൊക്കെ വെച്ചാൽ ഈ റബ്ബറിന്റെ മാത്രമുള്ള ഒരു രീതിയാണ്. അത് നമുക്ക് അത്ര ഒരു സുഖകരമായ യാത്രയായിട്ട് തോന്നത്തില്ല. പക്ഷെ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ മാറി കിട്ടും. അങ്ങനെ ഒരു കാടിന്റെ പ്രതീതി എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് പോയിട്ടില്ല എന്ന്. പിന്നെ നമ്മൾ ഈ വരുമ്പോഴത്തേക്ക് ഒരു ദൂര കാഴ്ചയിൽ നമുക്കൊരു ബോർഡ് കാണാൻ കഴിയും. അത് ഈ നടുകല്ലിനെ സത്യപ്പാറ എന്ന ഈ മേഖലയിൽ അറിയപ്പെടുന്നത്. ആ സത്യപ്പാറ എന്ന രീതിയിൽ അവര് ഒരു ഹൈന്ദവ വൽക്കരണത്തിന്റെ രീതിയിലാ ആ പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം സത്യപ്പാറ നടുകല്ലിന്റെ രീതി പിന്നെ ആ ഹൈന്ദവ ആചാര പ്രകാരമുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എഴുത്തിൽ കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ 10,000 വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാ ഇതിനകത്ത് ഇവര് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഹൈന്ദവ കുറെ ദൈവങ്ങളെയും ഒക്കെ ഇങ്ങനെ ഇതാ നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഗോത്ര സംസ്കൃതിയെ അവർ എത്രത്തോളം ഹൈന്ദവവൽക്കരണം നടത്തിയാണ് ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് അതിനകത്ത് നന്ദി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തദ്ദേശീയരായ ഗോത്ര സമൂഹത്തിന്റെ ഒരു ചരിത്ര സ്മാരക ഈ നടുകല്ല് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഹൈന്ദവവൽക്കരണത്തിന്റെ ഭാഗം. അന്നേരം ഈ ബോർഡും കഴിഞ്ഞ ശേഷം നമ്മൾ മുന്നോട്ട് ഒരു ചെറിയൊരു ഏറ്റവും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു നമ്മൾ താഴെ അടിവാരത്തിൽ നിന്ന്, അതായത് ഈ മലയുടെ അടിവാരത്തിൽ നിന്നാണ് നമ്മൾ ഈ കയറി മുന്നോട്ട് പോകുന്നത്. ഈ മല ഈ കുന്നും പ്രദേശം അതിന്റെ ഒരു മധ്യത്തായിട്ടാണ് ഈ നടുകല്ല് സ്ഥിതി ചെയ്യുന്നത്. അത് പ്രാചീന സംസ്കൃതിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമുക്ക് ദൂരക്കാഴ്ച തന്നെ കാണാം അവിടെ നടുകല്ല് സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഫുൾ മറ്റുള്ള വിശദീകരണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം നമ്മൾ എത്തിച്ചേർന്ന ഒരു മേഖല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചൽ ബ്ലോക്കിന്റെ കീഴിൽ വിളക്കപ്പാറ കഴിഞ്ഞുള്ളൊരു മേഖലയിൽ നമ്മളെത്തി. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല ഭാഗം ബ്രിട്ടീഷ് കാലം തൊട്ടേ ഉള്ള വ്യാപാരങ്ങൾക്ക് മറ്റുള്ള എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടി കൃഷി സമൃദ്ധമായ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശമാണിത്. ഇത് പ്രാചീന സംസ്കൃതി, അതായത് ഗോത്രീയ കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്നത്തെ ഗോത്രമുഖ്യന്മാർ, ആ ഗോത്രമുഖ്യന്മാർക്ക് ഓരോ പ്രദേശങ്ങളുണ്ട്. ഇത്ര ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ഒരു ഗോത്രമുഖ്യൻ്റെ കീഴിലായിരിക്കും. ആ ഗോത്രമുഖ്യൻ ആ മേഖല ഭരിക്കുകയും ആ ഭരണം നടത്തുന്ന ആ ഭൂപ്രദേശത്ത് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെടുമ്പോഴത്തേക്കുള്ള ആ പ്രതീകം മെൻഹർ എന്ന് പറയുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുപരമായിട്ട് നമുക്ക് എന്തൊക്കെയാണോ എന്നുള്ളത് നമുക്ക് ഈ ചരിത്രപരമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഒരു മെൻഹർ ആണ്, അല്ലെങ്കിൽ അത് നടുകല്ലാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കാര്യം പ്രത്യേകിച്ച് മനസ്സിലാകും. പക്ഷേ നമ്മൾ ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ചരിത്രകാരന്മാർ പറയാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ നടുകല്ലുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പഠിപ്പിക്കുമ്പം അതൊരു സ്മാരകം, ശവസംസ്കാരത്തിൻ്റെ അടയാളം എന്ന രീതിയിൽ മാത്രമേ കാണൂ. പക്ഷേ ഈ ഗോത്ര സംസ്കാരത്തിൻ്റെ വ്യവസ്ഥിതി അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ട് അതിന്. ആ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പം പറയുന്നത്. അത് വേടർ ഗോത്രത്തിൻ്റെ പ്രാചീന ഗോത്ര സംസ്കൃത സിസ്റ്റം തന്നെ ഇന്നും ആ രീതിയിലുള്ള
വ്യവസ്ഥിതി ഈ വേടർ ഗോത്രത്തിലുണ്ട്. അതാണ് ഞാൻ ഇപ്പം ചൂണ്ടി പറയുന്നത്. കാരണം ഈ കല്ല് എന്ന് പറഞ്ഞാൽ വെറുതെ നടുകയല്ല, ഒരു ഇല്ലങ്ങളുണ്ട് ഇതിനകത്ത്. ആ ഇല്ലം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേണാടർ എന്ന് പറയുന്നൊരു ഇല്ലമുണ്ട്. ആ വേണാടർ എന്ന് പറയുന്ന ഇല്ലക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരണപ്പെടുമ്പോഴത്തേക്ക് ഈ ശില സ്ഥാപിക്കാറുണ്ട്. അതുപോലെ വേളിയർ എന്ന് പറയുന്നത്, അതൊക്കെ നമുക്ക് സംഘം കൃതികളിൽ ഈ പേരുകളൊക്കെ കാണാൻ കഴിയും, വേൽമുഖ്യന്മാരെയൊക്കെ. അതുപോലെ ആ വേൽമുഖ്യന്മാരുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത്, അതിൻ്റെ പിന്മുറക്കാർ ഇന്നും കേരളത്തിൽ അധിവസിക്കുന്നു. അവരാണ് വേളിയർ എന്ന് പറയുന്ന ഇല്ലക്കാർ. അവരുടെ ഗോത്രത്തലവന്മാർ മരിക്കുമ്പോഴും ഇത്തരം നടുകല്ലുകൾ സ്ഥാപിക്കാറുണ്ട്. പിന്നെ പടയർ എന്ന് പറയുന്ന വിഭാഗം. അങ്ങനെ ഈ വേടർ ഗോത്രത്തിൽ ഇല്ലങ്ങൾ നിരവധിയുണ്ട്. മൊത്തം 108 ഇല്ലവും എന്ന ഒരു വ്യവസ്ഥിതി സമ്പ്രദായമാണ് വേടർ ഗോത്രത്തിൽ. ആ വേടർ ഗോത്രത്തിൽ കുറച്ച് പേർക്ക് മാത്രം ചില കല്ലിൻ്റെ അവകാശങ്ങളുണ്ട്. ആ കല്ലിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഗോത്ര തലവന്മാർ എന്നർത്ഥത്തിലാണ് കാണുന്നത്. അതിൽ ഇത് നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് ഓരോരോ ഇല്ലക്കാരുടെ ഗോത്ര തലവന്മാർ മരിക്കുമ്പം ആ തലവൻ്റെ സ്മാരകമായിട്ടാണ് നടുകല്ല് സ്ഥാപിക്കുന്നത്. ഇങ്ങനൊരു ചരിത്രം ഉണ്ട്, ഇത്ര ഒരു സംസ്കാരം നിലവിലുണ്ട്. അതിൻ്റെ അവശേഷിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗോത്ര മുഖ്യന്മാർ ഒരു ഭൂപ്രദേശം ഉണ്ടാകും. ആ ഭൂപ്രദേശത്തിൻ്റെ കീഴിലായിരിക്കും ആ ഗോത്രമുഖ്യൻ്റെ ഒരു അധികാര മേഖലയുണ്ട്. ആ അധികാര മേഖലയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ മലനാഥന്മാരാണ്. ഇതെല്ലാം ഗോത്രമുഖ്യന്മാരെന്ന് പറഞ്ഞാൽ മലനാഥന്മാരാണ്. ആ മലനാഥന്മാർ മരണപ്പെടുമ്പോഴത്തേക്ക് അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഈ നടുകല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നടുകല്ല് എന്ന് പറഞ്ഞാൽ ഈ ചരിത്രകാരന്മാരുടെ വാക്കാണ്. ഇത് വേടർ ഗോത്രത്തിൻ്റെ വിശ്വാസപ്രകാരം അതിനെ പേക്കല്ല്, കുംഭകല്ല്, ബലിക്കല്ല് എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുകല്ല്, ഹിസ്റ്ററിക്കാരന്മാരുടെ ഇത് വേടർ ഗോത്രത്തിൻ്റെ ബലിക്കല്ലാണ് ഈ നിൽക്കുന്നതെന്ന് വെച്ചാൽ. ഇതിനൊരു പ്രത്യേക രീതിയുണ്ട്. അതായത് നടുകല്ല് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി നല്ല വിശാലമായിട്ടുള്ള വീതിയും നീളവും ഒക്കെ ഉള്ളൊരു നടുകല്ലാണ് ഇത് ഹിസ്റ്റോറിയന്മാർ ഐഡൻറ്റിറ്റി ചെയ്തതാണ് ഈ ഒരു നടുകല്ല്. പക്ഷേ ഇത് പാഠ്യപദ്ധതിയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്കൊന്നും ഇത്ര ചരിത്രപരമായ തെളിവുകളും അതായത് ഗോത്ര സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര നിർമ്മിതി എന്ന് പറയുന്നത് പ്രാചീന ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണാധികാരികളുടെ സ്മാരകമാണ് നടുകല്ല് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഹിസ്റ്ററിയിൽ പോലും, അതായത് നമ്മുടെ കേരള ചരിത്രത്തിൽ പോലും ഇത്തരം രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ചരിത്രകാരന്മാർ പാഠ്യപദ്ധതിയിലൊക്കെ അവതരിപ്പിക്കുന്ന പറഞ്ഞാൽ ഇത് ഈ നടുകല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാർ മരണപ്പെട്ടപ്പോഴത്തേക്ക് അവരടക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇത്ര ഒരു വിവരണമേ നമ്മൾ ഈ ചരിത്ര പാഠപുസ്തകങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അതിനപ്പുറം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് എന്നൊന്നും ഇവിടുത്തെ പദ്ധതികളിലൊന്നും ആരും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല, ഇനിയോട്ട് പറയാനും പോകുന്നില്ല. പകരം ഇവിടെ ചരിത്രം മാറ്റിമറിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രാചീന ഗോത്ര സംസ്കൃതിയിലെ യാതൊന്നും തന്നെ നമുക്കിവിടെ കൃത്യമായിട്ടൊരു അറിവ് നമുക്ക് കിട്ടാനില്ല. പക്ഷേ നമ്മുടെ ഓരോ സംസ്കാരം എന്തൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇന്ന് ചരിത്രങ്ങളെ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ ഇവിടുത്തെ തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളുണ്ട്, അവർക്ക് ഇവിടെ ചരിത്രത്തിൽ അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ പറയുന്ന നടുകല്ല്. ഇതിൻ്റെ സ്രഷ്ടാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമകൾ എന്ന് പറയുന്നത് കിഴക്കൻ മേഖല പ്രദേശത്തുള്ള വേടർ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ സ്മാരകമാണ് ഈ കാണുന്നത്. നമ്മൾ ഇതിന് വലിയൊരു ചരിത്രപരം. കാരണം ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ ഭൂപ്രദേശത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് റൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മലനിരകളാണ്. ഈ മലനിരകൾ എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു മല, ഏറ്റവും പൊക്കം കൂടിയ എവിടെയാണോ അവിടെയായിരിക്കും ഈ നടുകല്ല് സ്ഥാപിക്കുക. കാരണം ഇതെല്ലാം താഴ്വാര പ്രദേശമാണ്. നമുക്ക് ഈ ഭൂപ്രകൃതി കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പം കയറി വരുമ്പോൾ തന്നെ നമ്മൾ താഴെ അടിവാരത്തിൽ നിന്നാണ് മേപ്പോട്ട് വന്നത്. അന്നേരം ഇത് ഏറ്റവും ഈ ഒരു മലയുടെ ഉച്ചാന്തലപ്പാണ്. ആ ഉച്ചാന്തലപ്പിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇത് പ്രാചീന ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ളൊരു വ്യവസ്ഥിതിയത്. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് ഈ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഗോത്ര സംസ്കൃതികൾ തകർക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു അവശേഷിപ്പുകളാണ് നമ്മൾ ഈ കാണുന്ന ഹൈന്ദവ സംസ്കാരത്തിൻ്റെ തിരിവ്. കാരണം ഞാൻ ഈ പഠനം നടത്തുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 10-13 വർഷമായിട്ട് ഞാൻ ഈ പഠന മേഖലയിലുണ്ട്. അതിന് ആദ്യ കാലങ്ങളിൽ ഈ ഒരൊറ്റയിലൊരു കല്ല് മാത്രമേ ഈ സ്ഥലത്തുള്ളായിരുന്നു. അതുപോലെ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരൊറ്റ ഒരു കല്ലേ ഉള്ളായിരുന്നു. ഇതൊക്കെ പിന്നീടൊക്കെ കൊണ്ടുവരിക എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഹൈന്ദവ സംസ്കാരം
അത് കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രാചീന ഗോത്ര സംസ്കൃതിയെ തകർത്തുകൊണ്ട് മറ്റൊരു സംസ്കാരം നിലവിൽ വരുന്നത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന കുറേ കാര്യങ്ങൾ. അതായത് ശ്രീ ഗണപതി, ഇവിടുത്തെ മൂലക്കല്ലാട്ടെന്ന രീതിയിൽ നമ്മൾ കാണുന്നത് ശ്രീ ഗണപതിയാണ്. അവിടെ അതായത് ഈ ഗോത്ര സംസ്കൃതിയിൽ എങ്ങനെയാണ് ഗണപതി കടന്നു വരുന്നതെന്ന് നമുക്കത് അറിയാൻ കഴിയില്ല. കാരണം ഈ സംഘകാലഘട്ടത്തിൽ പ്രാചീന ഗോത്ര സംസ്കൃതിയെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഈ ഗണപതി എന്ന് പറയുന്ന ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ പിന്നീട് കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോഴേ ഈ ഗോത്ര സമൂഹം താർക്കുക എന്നുള്ള ഒരു ആദ്യത്തെ ഒരു ഇത്തരം കാര്യങ്ങൾ. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗസ്ത്യമുനി. ഈ അഗസ്ത്യമുനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കിഴക്കൻ മേഖലയുമായിട്ട് ഇതുണ്ട്. കാരണം ഇദ്ദേഹം ഈ അഗസ്ത്യമുനി എന്ന് പറയുമ്പോഴേ ഒരു ദൈവസങ്കല്പം എന്ന രീതിയിലല്ല, അതായത് ഗോത്ര സംസ്കൃതിയിലെ ഒരു ആളാണ് അഗസ്ത്യമുനി എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കൂട്ടിച്ചേർക്ക് വെച്ചതാണ്. കാരണം ഗോത്ര സംസ്കൃതിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു തെളിവുകൾ പ്രാചീന ഗ്രന്ഥങ്ങളിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം അടുത്തത് കഴിഞ്ഞാൽ ആദിശക്തി എന്നുള്ള പറഞ്ഞ രീതിയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ആദിശക്തി എന്ന് പറയുന്നത് ഈ ഹൈന്ദവവൽക്കരണത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഈ മേഖലയിൽ ഇല്ലാത്തതാണ്. ഈ പറയുന്ന ഗണപതിയായാലും അഗസ്ത്യമുനിയായാലും ആദിശക്തി എന്ന് പറഞ്ഞാലും ഇതൊന്നും നമ്മൾ ഈ ഗോത്ര സംസ്കൃതിയിലില്ലാത്ത ചില ഇതില്ല. അതിപ്പോഴേ ഈ പറയുന്ന നടുകല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏരിയ വളഞ്ഞ് അവിടെ ഒരു ഹൈന്ദവവൽക്കരണം എങ്ങനെ നടക്കുന്നു, അതായത് ഗോത്ര സംസ്കൃതി എങ്ങനെ തകർക്കപ്പെടുന്നു എന്നെല്ലാം നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തത് ഇത് പറയാമോ? ഇപ്പം നമ്മളിപ്പം കണ്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തമിഴ് ഒരു ഭാഷ നമുക്കതിൽ കാണാൻ കഴിയും. ഈ തമിഴ് ഭാഷയും നമുക്കതിൽ കാണാൻ കഴിയും. അതുപോലെ വീരമഹാകാളി എന്ന് പറയുന്ന രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഈ തമിഴ് ഈ ഒരു രീതിയിൽ വന്നു? കാരണം ഇത് നമ്മൾ കേരളമാണ്. ഈ കേരളത്തിൽ എങ്ങനെയാണ് തമിഴ് അക്ഷരങ്ങൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ പോയാലും മലയാള അക്ഷരമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ തമിഴ് എങ്ങനെ കടന്നു വന്നു? അതിനൊരു കാര്യമുണ്ട്. അതായത് ഈ നടുകല്ലിനെ ഈ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ ഒരു കാരണം ഒരു തമിഴ് സംസ്കാരമുള്ള ഒരാളാണ് ഇതിൻ്റെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അടിസ്ഥാനവും പിന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല, ഇന്നത്തെ ഈ പൂജാതി കർമ്മം നടത്തുന്നത് ഒരു ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടരാണ് ഇന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. അന്നേരം അവർ തമിഴ് സംസ്കാരമുണ്ട്. അന്നേരം തമിഴ് സംസ്കാരത്തിലുള്ള ഒരു ഭാഷയാണ് നമ്മളിപ്പം കണ്ടത്. കാരണം അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ ഇപ്പം ഈ ഒരു ഏരിയ പോകുന്നത് ആ തരത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ തമിഴ് സംസ്കാരം എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശീയ ജനതയായ ഒരു ഗോത്ര സംസ്കൃതിയായിരുന്നു വേടർ ഗോത്രം. ആ വേടർ ഗോത്രത്തിൻ്റെ സംസ്കൃതി എങ്ങനെ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ വേടർ ഗോത്രത്തിന് തന്നെ അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ അവർ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ചൂണ്ടിക്കട്ടെ, പരശുരാമൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഈ കേരള സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഐതിഹ്യകഥയിൽ നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഈ ഒരു ഏരിയ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് പ്രാചീന കാലത്തെ നടുകല്ല് മാത്രമേ നടുകല്ലെന്ന് പറയുന്ന പോലും ദൈവമല്ല എന്നുള്ളതാണ്. ഇതൊരു ഗോത്ര തലവനാണ് ഈ നടുകല്ല് സ്മാരകം എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന നമ്മൾ ഗണപതി അല്ലെങ്കിൽ ഭദ്രകാളി, ഈ പരശുരാമൻ ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവസങ്കല്പങ്ങൾ എന്തിനാ ഈ ഗോത്ര സംസ്കൃതിയിൽ കൂട്ടിച്ചേർക്കണം? അതൊക്കെ ആധുനിക കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഹൈന്ദവവൽക്കരണത്തിൻ്റെ വലിയൊരു കടന്നുകയറ്റമാണ് ഇതിൻ്റെയൊക്കെ ഭാഗം. പരശുരാമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരശുരാമൻ കേരള സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് നമ്മൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തെ ദൈവമായിട്ട് ഇവിടെ പ്രദർശിച്ച് ഇവിടുത്തെ തദ്ദേശ ജനതയുടെ ചരിത്രം മായ്ച്ച് കളഞ്ഞതിൽ ഒരു പങ്ക് പരശുരാമനുണ്ട്. കാരണം പരശുരാമനല്ല പകരം അത്തരം ഐതിഹ്യ കഥകളും മിത്തുകളുമാണ് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംസ്കൃതിയെ തകർക്കുന്ന കാര്യത്തിലായാലും പുതിയ ഹൈന്ദവവൽക്കരണത്തിൻ്റെ പ്രചാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതെല്ലാം ഇവിടുത്തെ തദ്ദേശ ജനതയെ ഉന്മൂലനം ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ നടുകല്ലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇത് നമ്മൾ ഇപ്പം നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വിളക്കുപാറയായിട്ട് ബന്ധപ്പെട്ട് അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മലനിരകളും മലനാഥന്മാരും എന്ന് പറയുന്നത് സാങ്കല്പികമല്ല, മിത്തല്ല.
അത് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന നടുകല്ല് എന്ന് പറയുന്നത്. കാരണം ഈ മലയെ അധികാരി എന്നൊരു പ്രതീകമാണിത്. ഇതിന് ഇന്ന് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് കുറേ ആൾക്കാർ വരും. ഇതിനെ ഇന്ന് എല്ലാവരും പറഞ്ഞ ശിവലിംഗം എന്ന രീതിയിലാണ് കാണുന്നത്. ശിവലിംഗവും നടുകല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അത് മറ്റൊരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. ഈ നടുകല്ല് എന്ന് പറഞ്ഞത് വേടർ ഗോത്രത്തിൻ്റെ തലവന്മാരായത്. ആ തലവന്മാരുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ തലവന്മാരുടെ സ്മാരകമാണ് നടുകല്ല്, അല്ലെങ്കിൽ ബലിക്കല്ല്, കുംഭകല്ല്, അല്ലെങ്കിൽ ഹിസ്റ്റോറിയന്മാർ പറയുന്ന മെൻഹർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനെ ഹൈന്ദവവൽക്കരണ ഇപ്പം ഇതിനെ പറയുന്നത് സത്യപാറ എന്ന. സത്യപാറ എന്നൊരു പേര് പോലും നിലവിൽ ഇല്ലാത്തത്. ഇതൊക്കെ ക്രിയേഷൻ ചെയ്ത രീതിയാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് ആ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഒരു രീതിയിലാണ് ഈ ചുറ്റുമതിലൊക്കെ വെച്ച് ആ രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോഴേ ഇവിടുത്തെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞത് ഈ നടുകല്ല് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാറ്റി അവർ സത്യപ്പാറ അല്ലെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഇത് ഒരു ക്ഷേത്രമായി മാറും. ആ ക്ഷേത്രമായിട്ട് മാറുമ്പം ഇതിൻ്റെ യഥാർത്ഥ സ്വരൂപം പുറത്താകും എന്നുള്ളതാ നമ്മൾ എപ്പോഴും ഏത് ക്ഷേത്രത്തിന് മുന്നിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്കിവിടെ കാണാം. കാരണം ഈ പുറത്താക്കപ്പെടുന്ന ദൈവങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ പുറത്താക്കപ്പെട്ട ദൈവങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ മറുത എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് പുറത്ത് ചെറിയൊരു കല്ലാട്ട് ക്ഷേത്രത്തിൻ്റെ വെളിയിലായിരിക്കും ഇത്രയും ദൈവസങ്കല്പത്തിലുള്ള രീതിയിൽ കാണുന്നത്. അതുപോലെ മാടൻ, മറുത, പിന്നെ യക്ഷി, അങ്ങനെ അല്ലെങ്കിൽ പേയപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ. അതെന്തുകൊണ്ട് ഇവരൊക്കെ ഉള്ളിലുള്ള പ്രധാന ഗോത്രദേവതകളാണ് ഞാൻ ഈ പറഞ്ഞ സ്വരൂപങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒരു മെത്തേഡ് തന്നെ നമുക്കിവിടെയും കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ പറയുന്ന മലയപ്പൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ അധികാരി എന്ന അർത്ഥത്തിലുള്ളതാണ്. അതാണ് ആ നടുകല്ല് എന്ന് പറയുന്നത്. പക്ഷെ നാളെ അത് ശിവലിംഗം എന്നും പറഞ്ഞ് മറ്റുള്ള രീതിയിലാകുമ്പോഴത്തേക്ക് അവിടെ യഥാർത്ഥ സ്വരൂപമില്ല. ആ യഥാർത്ഥ സ്വരൂപം ഇപ്പോഴേ പുറത്തായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മലയപ്പൂപ്പൻ മുറുക്കാൻ വെക്കുന്നത് ഇവിടെയാണ്. അതായത് ഈ ആചാരങ്ങളെ ഇനി തൊട്ട് ഇതിൻ്റെ വെളിയിലായിരിക്കും എന്നതായി ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത് ഇതേ രീതിയാണ്. തദ്ദേശീയരായ അവരുടെ ഗോത്ര വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം ക്ഷേത്രത്തിന് പുറത്താണ് ഇന്ന് ഞങ്ങൾക്ക് എവിടെയും കാണാം. അതുപോലെ ഇവിടെയും ക്ഷേത്രം രൂപപ്പെടും, ആ യഥാർത്ഥ സ്വരൂപം പുറത്താക്കപ്പെടും. ആ പുറത്താക്കപ്പെട്ട ഇതാണ് നമ്മൾ ഈ കാണാൻ കഴിയുന്നത് തന്നെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതുണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് ഈ ചുറ്റുമതിലില്ലാത്ത രീതിയിലുള്ള ആ നടുകല്ല് എന്ന രീതിയിൽ ഇപ്പം ഇനിയിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോത്ര സംസ്കൃതിയെക്കുറിച്ചാണ്. അതായത് പ്രാചീന ഗോത്രങ്ങൾ ഒരുപാട് നമ്മുടെ ഈ മലകൾ, ബാണവര, അതിൻ്റെ ഒരു പ്രതീക നിലയിൽ നമുക്കിപ്പം നടുകല്ല് കാണാൻ കഴിയും. ഈ നടുകല്ലിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കളായിട്ടുള്ള ഈ വേടർ ഗോത്രം, അല്ലെങ്കിൽ ഈ വേടർ ഗോത്രത്തെ പോലെ ഒരുപാട് ഗോത്രങ്ങളുണ്ട് ഇങ്ങനെയുള്ള അവകാശങ്ങളുള്ള. അതിൽ ഈ കിഴക്കൻ മലയോര പ്രദേശത്തെ ഇത്ര നടുകല്ലിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ഈ വേടർ ഗോത്രം എന്ന് പറയുന്ന വിഭാഗമാണ്. പക്ഷേ ഈ വേടർ ഗോത്രത്തിന് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. എങ്ങനെ തിരിച്ചറിവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് എന്തെങ്കിലും അവകാശം ഈ ഗോത്രത്തിനുണ്ടോ എന്നുള്ളത്. കാരണം ഇത് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് ഇപ്പം പുറത്തേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടർ ഗോത്രത്തിൽ നിന്ന് ഒരു ചരിത്രം നിർമ്മിതി നാളിതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഗോത്ര സംസ്കൃതിയെ മൺമറഞ്ഞ് കിടക്കുകയും അല്ലെങ്കിൽ ഈ ഗോത്ര സംസ്കൃതിയെ തിരിച്ചറിയാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ ആ വേടർ ഗോത്രത്തിൽ തന്നെ നമുക്ക് ചരിത്രങ്ങൾ നിർമ്മിതി നടക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഇതുപോലെ ഓരോ ഗോത്രങ്ങൾക്കും ഈ ചരിത്രപരമായ അവശേഷിപ്പുകളുണ്ട്. ഈ അവശേഷിപ്പുകൾ നമ്മൾ മുഖ്യധാരാ സമൂഹത്തിലൊക്കെ എത്തിക്കേണ്ട വലിയൊരു കർത്തവ്യമുണ്ട്. കാരണം ഇവിടെ ചരിത്രങ്ങൾ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടല്ല മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്നത് വെച്ചാൽ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് ഹിന്ദു സമൂഹത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ഒരു സവർണ വിഭാഗത്തിൻ്റെതാണ് എന്നത് ആക്കിക്കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ടയുടെ ഭാഗമാണ് നമ്മൾ ഈ നേർക്കാഴ്ചയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തദ്ദേശീയരായ ജനങ്ങളുണ്ട്. ആ ജനത മനസ്സിലാക്കണം. കാരണം അതൊരു ചതിക്കുഴിയാണ്. ഈ ഹൈന്ദവവൽക്കരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം പുറത്താക്കപ്പെടുന്നത് ഇവിടെ തദ്ദേശീയരായ മനുഷ്യരാണ്. അവരെ കൊന്നൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബോധവാന്മാരേണ്ടത്
നമ്മുടെ ഈ ഗോത്ര സമൂഹങ്ങളായാലും നമ്മുടെ ഒരുപാട് പേരുടെ സഹോദരങ്ങൾ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബേഡർ ഗോത്രമാണ് ഈ നമ്മൾ ഈ പറയുന്ന ആധുനിക സമൂഹത്തിൽ ഒരിക്കലും മുഖ്യധാര സമൂഹത്തിൽ കടന്നു വരാത്തതും ആ വംശം തന്നെ അറ്റുപോകുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ അവരുടെ സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വിളക്കുപാറയിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നെടികല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളും അതിൻ്റെ നിലവിലെ അവസ്ഥയും ഒക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ നിങ്ങളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പം നിലവിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊരു വേലി ഒരു വേലി എന്നാണോ അല്ലെങ്കിൽ ഒരു ചുറ്റുമതിൽ കെട്ടി അതിനുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പേരുകളും അതുമായിട്ട് ആ പേരുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഈ വേലിക്കുള്ളിൽ നിങ്ങൾ കണ്ടതാണ് നേരിട്ട്. അതിനുശേഷമാണ് നമ്മൾ പുറമേ വന്ന്, അതായത് ഈ ചുറ്റുമതിലിന് പുറത്ത് നിൽക്കുന്ന മലയപ്പൂപ്പൻ എന്ന് പറയുന്ന, അതായത് ഇവിടുത്തെ ആദിമ ജനത, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഈ നമ്മുടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുവിധം ചരിത്രം അറിയുന്ന അല്ലെങ്കിൽ വിശ്വാസവും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ മനസ്സിലാവും, മലയപ്പൂപ്പൻ, മാടനപ്പൂപ്പൻ, മാടൻ മറുത, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും അവർക്ക് ഒരു പഠനവും അവർക്ക് നേരിട്ട് അറിവുമുള്ള വിശ്വാസങ്ങൾ തന്നെയാണ്. അപ്പൊ അനീഷ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങളോട് പറയാനുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ ചില സംശയങ്ങളും ഒക്കെ തന്നെ ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുകയാണ് അനീഷ്. അപ്പൊ എനിക്ക് അനീഷിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു അവസ്ഥ ഇതുവരെ ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് അയിത്തത്തെ അല്ലെങ്കിൽ നിലവില് ഈ ഭരണകൂടം അല്ലെങ്കിൽ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൊക്കെ തന്നെ അടിസ്ഥാന ജനവിഭാഗത്തെ എങ്ങനെയാണ് പുറന്തള്ളുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെയും അവരുടെ സംസ്കാരത്തെയും എങ്ങനെയാണ് ഒരു ഉടമാവകാശത്തിലേക്ക് ഹൈന്ദവ വിശ്വാസം കൊണ്ടുപോകുന്നത് എന്നൊക്കെ തന്നെ അനീഷ് പറഞ്ഞതാണ്, വ്യക്തവുമാണ്. അപ്പൊ ഇതിനെ ചൊല്ലിയുള്ള ഇനിയുള്ള ഭാവിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇവരെയൊക്കെ വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന് അനീഷിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു കടന്നാക്രമണത്തെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ? അതായത് ഇപ്പൊ നമുക്ക് നേർക്കാഴ്ചയെ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇത് ഒരു സമയം വരെ ഈ ബേഡർ ഗോത്രത്തിലുള്ളവരാണ് ഇവിടെ പൂജാതി ഇത്. അതായത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കഞ്ചാവ് എന്ന് വെക്കുന്ന, അതായത് ബീഡി തീർത്ത് കഞ്ചാവ്, അതുപോലെ തന്നെ ഈ മുറുക്കാൻ, മദ്യം, ഇങ്ങനെയുള്ള രീതി. മദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റേതല്ല, കള്ള് എന്ന് പറയുന്ന രീതിയിൽ ഒക്കെ വെച്ച് ഊട്ട് പാട്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു സംസ്കാര രീതി ഉണ്ടായിരുന്നു. അതായത് ഇത് വലിയൊരു ഏരിയ ആയിരുന്നു, ഇത് ചെറുതായിട്ടുള്ള ഒരു മേഖല അല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ആൾക്കാർ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പറയുന്നത് ആചരിച്ചുകൊണ്ടിരുന്നു. അവർ പിന്നീട് ഈ ഒരു ഇതെല്ലാം നശിപ്പിക്കുക. പ്രത്യേകിച്ച് വേടർ ഗോത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലത്തോളം അവർ നശിച്ചുകൊണ്ടിരിക്കുക. അവർ സംസ്കാരം കൈവിട്ടു പോയി, കലകൾ നഷ്ടപ്പെട്ടു പോയി, ഭാഷ നഷ്ടപ്പെട്ടു, അങ്ങനെ പലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ജനസമൂഹം. അങ്ങനെ അവരുടെ ആരാധന കേന്ദ്രങ്ങളും ഇവർ വിട്ടുകളഞ്ഞു പോകുന്നൊരു പ്രകൃതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് ഇത്. അങ്ങനെ ഈ കളഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് മറ്റൊരു സമൂഹം, നമ്മളിപ്പോൾ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു സമൂഹത്തിന് ആവശ്യമുണ്ട്. ഈ ആവശ്യമുള്ള സമൂഹമാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ തദ്ദേശീയ ഗോത്ര സമൂഹം ആ സമൂഹത്തിന്റെ സംസ്കാരം തിരിച്ചറിയുന്നില്ല. ഈ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത്. കാരണം ഇതിന് ചരിത്രപരമായിട്ട് വലിയൊരു അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ ഉടമകൾക്ക് അറിയത്തില്ല ഇത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും എത്രത്തോളം സവിശേഷത ഉണ്ടെന്നും ഇവർക്ക് അറിയത്തില്ല. അതിന്റെ പേരിലാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. സത്യത്തിൽ ഇനിയൊരു സമയത്ത് ഒരു പക്ഷേ ഇതൊരു ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് പോകുന്നുള്ളത്, തീർച്ചയായിട്ടും ബ്രാഹ്മണ അധികാരത്തിലേക്ക് പോകുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും. അതിനോടൊപ്പം അതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തദ്ദേശീയരായ, അതായത് ഈ ദളിത് സമൂഹം അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പോലും ഇതിനുള്ളിൽ ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു ഇടപെടലോ നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചരിത്ര അവശേഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ചരിത്രത്തിന്റെ പൈതൃക സ്വത്താണ്. ഈ പൈതൃക സ്വത്ത് സംരക്ഷിക്കുക എന്നത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. അത് ഏതൊരു പൗരനുള്ള അവകാശമാണ്. അതായത് ഇത്തരം ചരിത്ര നിർമ്മികൾ നശിപ്പിക്കാൻ പാടില്ല.
അല്ലെങ്കിൽ ആ ചരിത്ര നിർമ്മിതിയിൽ മറ്റ് കൈകടത്തൽ ഉണ്ടാകാൻ പാടില്ല എന്നത് ഇവിടുത്തെ ഭരണഘടനാപരമായ രീതിയിലുള്ള ഒരു റൂളാണ്. ഈ റൂൾസാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത്. അതായത് ഇതൊരു ചരിത്ര നിർമ്മിതിയാണ്. അവിടെ മതത്തിൻ്റെ പേരിൽ ഒരു കൈകടത്തൽ നടക്കുകയും ആ മതത്തിൻ്റെ പേരിൽ നാളെ ഈ ഒരു കല്ല് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അന്നേരം ഇവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു സർക്കാർ ഭരണകൂടമുണ്ട്. അത് എന്തിനു നോക്കുകുത്തിയാണ്? അതായത് ഈ കേരളത്തിൻ്റെ പൈതൃക സ്വത്ത് സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷെ അതുപോലുമാണ് ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇതല്ല, ഇത് പല സ്ഥലങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഇവിടുത്തെ പറഞ്ഞാല് ഇനി ഒരു ഭാവിയിൽ ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നെടികല്ലെന്ന് പറയുന്ന ഈ ഒരു രൂപം തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. ഇത് പിഴുതുകളയും. ഇത് പിഴുതുകളായിട്ട് ഇവിടെ ക്ഷേത്രം വരുമ്പോൾ മാത്രമല്ല അവിടെ സ്ഥാപിക്കുന്ന രൂപങ്ങൾ ഒരുപക്ഷെ വെളുത്ത ദൈവങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന സരസ്വതി ദേവി അല്ലെങ്കിൽ മഹാവിഷ്ണു അങ്ങനെയുള്ള ഹൈന്ദവ രൂപങ്ങൾ മാത്രമായിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ ഒരു ശിവക്ഷേത്രം വരാനാ സാധ്യത. കാരണം എപ്പോഴും നടുകല്ലുകൾ ശിവനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതുപോലെ മറ്റൊരു പറയുകയാണെന്ന് വെച്ചാൽ മാടൻ കാവുകൾ. ഈ മാടൻ കാവുകളും ശിവക്ഷേത്രമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എല്ലാ കാവുകളും ഇന്ന് മാടൻ കാവ് എന്ന് പറയുന്ന എല്ലാ അതായത് ഈ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ശിവലിംഗം എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് ശിവലിംഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ശിവലിംഗം എന്ന് പറയുന്നത് ഈ പാറ എവിടെ കണ്ടാലും അത് ശിവലിംഗമാണോ, അല്ലെങ്കിൽ ശിവലിംഗത്തിന് ഒരു പ്രത്യേക ആകൃതി ഉണ്ടോ, അതോ നെടികല്ലും ഈ ശിവലിംഗം തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഒരു സാമ്യം എന്താണ്? ഇപ്പം അതിന്റെ ഇത് പറയുമ്പോൾ നമ്മള് ഹാരപ്പൻ കൾച്ചറിലേക്ക് പോകേണ്ടി വരും. ഞാൻ ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇപ്പൊ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം മിക്ക ഇടങ്ങളിലും, ഇന്ത്യയിലും മിക്ക ഇടങ്ങളിലും ഈ ഉരുണ്ടിരിക്കുന്ന ഏതൊരു ശിലയെയും ഏതൊരു പാറയെയും ഒരു ശിവന്റെ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ശിവലിംഗമാണെന്ന് ഇവര് തന്നെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു പാറ എന്ന് പറയുന്ന ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ അത് ശിവലിംഗമായിട്ട് എങ്ങനെയാണ് സാമ്യപ്പെടുത്താൻ സാധിക്കുക? കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാചീന ശിലായുഗ സംസ്കാരം എന്ന് പറയുന്നത് ശിലയുമായി ബന്ധപ്പെട്ട്, കാരണം ഒരു രൂപം എന്ന് പറയുന്നത് ശിലയില് വിശ്വസിക്കുന്ന ആ ഒരു സംസ്കാരമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു ശിലയെ ഇവര് ഏത് രീതിയിലാണ് ശിവലിംഗമായിട്ട് സാമ്യപ്പെടുത്തി ഇവര് അത് കൈയടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനൊരു ചരിത്രപരമായ ചില കാര്യങ്ങളുണ്ട്. അത് ശിവനുമായിട്ട് ബന്ധപ്പെടുത്താൻ ചില കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാരപ്പൻ കൾച്ചർ പഠിക്കേണ്ടതുണ്ട്. അതായത് ഞാനിപ്പം പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ്. ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ അന്നത്തെ ആർക്കിയോളജി വിഭാഗങ്ങളുണ്ടല്ലോ, ആർക്കിയോളജി വിഭാഗങ്ങൾ ഉൾഖനനം ചെയ്തതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഇത്തരം ശിവലിംഗത്തിന്റെ പ്രാചീന രൂപമുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് കാണാതെ അത്ര ആ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ശിവനുണ്ടായെന്ന് എന്നല്ല പറയുന്നത്, പകരം അതൊരു സിമ്പലാണ്. അതായത് ഈ പറയുന്നത് ഒരു സിമ്പല്. ഇപ്പൊ നമുക്ക് നേർക്കാഴ്ചയായിട്ട് കാണാം, ഒരു ഗോത്രത്തലം ഭരിക്കുകയും ആ ഗോത്രത്തലന്റെ അടയാളം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നതുപോലെ ഹാരപ്പൻ കൾച്ചറിൽ ഇതേ അടയാളം കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഞാൻ ഈ പറയുന്നത് പ്രോട്ടോ ആസ്ട്രോയിഡ് എന്ന് പറയുന്ന നരവംശ വിഭാഗം ഇന്ത്യയിലുണ്ട്. അത് പ്രബലമായിട്ടൊരു നരവംശ വിഭാഗമാണ്. ഈ നരവംശത്തിലുള്ള വിഭാഗങ്ങളാണ് ഇത്തരം രീതി വെച്ച് പുലർത്തിയത്. അത് മറ്റ് ഉള്ള കൾച്ചറിലുള്ളവരല്ല. അത്തരം ഇന്ത്യയിൽ അത്തരം കൾച്ചറിലുള്ള അത്തരം സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നിലകൊള്ളുന്ന വേടർ ഗോത്രത്തിന് പ്രധാനപ്പെട്ട, കാരണം ഈ വേടർ ഗോത്രമാണ് ഈ നടുകല്ല് സംസ്കാരം ഇന്ത്യയിലെമ്പാട് വ്യാപിപ്പിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുണ്ട്. അതിനാണ് ഞാൻ നരവംശപരമായിട്ട് പ്രോട്ടോ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അന്നേരം ഇതേ ജനവിഭാഗം ഹാരപ്പൻ കൾച്ചറിലുണ്ടായിരുന്നു. അതിന്റെ അടയാളമാണ് അവിടുന്ന് കണ്ടെടുക്കപ്പെട്ട ശിവലിംഗങ്ങൾ. ഇനി ശിവനിലേക്ക് പോകുകയാണെങ്കിൽ ശിവൻ ഒരു ഗോത്രത്തലവന, ദൈവമല്ല. കാരണം നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം മലനാഥനാണ്. ഇവിടെ മലയപ്പൂപ്പൻ, മലനാഥന്മാരും മലയപ്പൂന്ന് വെച്ചാൽ ട്രൈബൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാ സംസ്കാരമാണ്. ഈ ഹൈന്ദവർക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇന്ത്യയിലുള്ള എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒരു സമയം അതൊരു ശിലായുഗ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഇടങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് ഇതിനെ ഒരു ആധുനിക ഒരു ചിന്താ കാഴ്ചപ്പാടെന്നുള്ള രീതിയിൽ അതിനെ ഒരു വെളുത്ത രൂപങ്ങൾ, അതായത് സരസ്വതി ദേവി, ശ്രീരാമൻ, അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ, ഈ പറയുന്ന രീതിയിലുള്ള പുതിയ ഒരു ചിന്താ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ദൈവങ്ങളാണ് എന്നുള്ള രീതിയിലാണ് നിർമ്മിച്ചെടുക്കുന്നത്. അതിലൊരു ക്ഷേത്രമായി ഭാവിയിൽ മാറാൻ ഈ ക്ഷേത്രത്തിന് എന്ത് തന്നെയായാലും അതിന് വഴിയുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒരു പക്ഷേ നാളെ ഇതൊരു ക്ഷേത്രമായി മാറുമ്പോൾ ഈ ഒരു ശിലയായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിശ്വാസവും ഉണ്ടാകില്ല. ഈ ഗോത്ര സംസ്കൃതിയിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഗോത്ര സമൂഹം എന്താണെന്ന് തിരിച്ചറിയണം. അതായത് ചരിത്രത്തിൽ ഈ ഗോത്ര സമൂഹങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത്.
അപ്പോഴേ ഈ ഗോത്ര സംസ്കൃതിയുടെ ചരിത്രവും ആ സംസ്കാരവും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വേടർ ഗോത്രം എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട്. ആ ജനവിഭാഗം സ്വന്തം സമൂഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല, സ്വന്തം ചരിത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ തിരിച്ചറിവും ബോധവും നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ഓരോ ഗോത്രങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവിടെ നമുക്കൊരു ഉണർവിൻ്റെ ആവശ്യമുണ്ട്. അത് ആധുനിക സമൂഹത്തിലെ എല്ലാ യുവതലമുറകളും, നമ്മുടേതായ യുവതലമുറയാണ് ഇത് ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത്. കാരണം നമുക്കൊരു ചരിത്രമില്ല, നമുക്കൊരു സംസ്കാരമില്ല എന്നാണ് പൊതുധാരണ. ആ ധാരണ നമ്മൾ മാറ്റിത്തീരണം. കാരണം നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരം നമുക്കേ അറിയാവൂ, മറ്റൊരു സമൂഹത്തിന് അറിയത്തില്ല. ആ സമൂഹത്തിന് തിരിച്ചറിയാൻ ബോധ്യപ്പെടുത്തേണ്ടത് നമുക്കത് കഴിയും. അല്ലാതെ അവരൊരിക്കലും നമ്മളെ പഠിക്കാനും ശ്രമിക്കത്തില്ല. അഥവാ പഠിച്ചാൽ അത് കുഴിച്ചു മൂടും. ആ കുഴിച്ചു മൂടലും നശിപ്പിക്കലുമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് കേരളത്തിലെ എല്ലാ തദ്ദേശീയരായ ഗോത്ര സമൂഹങ്ങളും പറയാൻ ഒറ്റേ ഉള്ളൂ, നമ്മുടെ സംസ്കൃതി നമ്മൾ തിരിച്ചെടുക്കണം. നമ്മൾ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നാളെ ഒരു സമയത്ത് ഈ പറയുന്ന വർണ്ണ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയുടെ ഇരകളാകരുത് നമ്മൾ. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടെ സംസ്കാരം നമ്മൾ തിരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ കെണിപ്പെടരുത് എന്നാണ് എനിക്ക് ഈ തദ്ദേശീയ ഗോത്ര സംഭവങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ശിവലിംഗവും നെടുകല്ല് എന്ന് പറയുന്ന ഒരു ഗോത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നേരിട്ട് ഈ വീഡിയോ വഴി കാണാൻ സാധിച്ചത്. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ വീഡിയോയും ഇതിനു മുമ്പുള്ള 2 വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് യൂട്യൂബ് ചാനലിൽ പരിശോധിച്ചാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഗോത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നതെന്ന്. അതായത് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിയുടെ നിലവിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് വേടർ ഗോത്രം ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വ്യക്തിയോട് നിയമപരമായിട്ടൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു തുടർച്ചയായിട്ടുള്ള 3 വീഡിയോ നമ്മൾ ചിത്രീകരിക്കുന്നത്. അതായത് വേടർ സമൂഹത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ എന്താണ് വേടർ ഗോത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, അതല്ലെങ്കിൽ ആ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നെടുകല്ലിന് പ്രാധാന്യം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു വീഡിയോ ഉൾപ്പെടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഗോത്ര സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ വേടർ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് ഇനിയും ഇതുപോലെയുള്ള ഈ ഗോത്ര സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോ കൂടി ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സഹായം ചെയ്യുന്നത് അനീഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്കാരത്തെക്കുറിച്ച്, അതായത് ദളിത് വിഭാഗത്തിൻ്റെ ഈ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും അതിനെ മാറ്റം ഈ സമൂഹത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.